ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. കേരളത്തിൽ മതം മാറ്റാൻ ശ്രമിച്ചതായി കേസ്. തൃശൂരിലേക്കാണ് പെൺകുട്ടിയെ എത്തിച്ചത്. മുഹമ്മദ് കൈഫ്, ചാർഷാ ബാനോ എന്നിവർ പിടിയിലായി. പെൺകുട്ടി രക്ഷപ്പെട്ട് റെയിൽവേ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടുകയായിരുന്നു. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാണ്. ജിഷ്ണു, സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. പ്രയാഗ്രാജിൽ 15 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെയാണ് പ്രലോഭിച്ച് കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി നിർബന്ധിപ്പിച്ച് മതം മാറ്റിയിട്ടുള്ളത്. ഈ മാസം 28-ന് സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മ പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ പ്രയാഗ്രാജ് സ്വദേശികളായ മുഹമ്മദ് കൈഫ് കൂടാതെ ദാർഷാ ബാനോ എന്നിവരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേസിൽ കേരളത്തിൽ ഇതുമായി ആരൊക്കെ ബന്ധപ്പെട്ടു എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന കാര്യം ഗംഗാനഗർ DCP കുൽദീപ് സിംഗ് അറിയിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പണവും വിദേശത്ത് ജോലിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് കൊണ്ടുപോയതെന്നും മതം മാറ്റി ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് അറിഞ്ഞതോടെയാണ് രക്ഷപ്പെട്ടതെന്നുമാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത്. റെയിൽവേ ഹെൽപ്പ് ലൈനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പെൺകുട്ടി രക്ഷപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുൻപും നിരവധി പെൺകുട്ടികളെ മതം മാറ്റി വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് ദാർഷാ ബാനോ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി പെൺകുട്ടി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഒപ്പം എന്തുകൊണ്ട് പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിച്ചു എന്നത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.